ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വളരെ താല്പര്യത്തോടെ പങ്കെടുത്ത് സഹകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഉടൻ തന്നെ റാലി ആരംഭിക്കുന്നതാണ്. വർണ്ണശബളമായ റാലി വാകത്താനം പള്ളിക്കടവിലേക്ക് ഉടൻ തന്നെ നടന്നടുക്കുന്നതാണ്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം റാലി സജ്ജീകൃതമായി കഴിഞ്ഞിരിക്കുകയാണ്. 1912 ആദ്യമായിട്ട് ഒരു കാതോലിക്കേറ്റ് മലങ്കര സഭയിൽ സ്ഥാപിതമാകുന്നത്. 2-3 നൂറ്റാണ്ടുകൾ കോളനി വാഴ്ചയെ തുടർന്ന് 2-3 നൂറ്റാണ്ടുകൾ വൈദേശിക സഭകളുടെ മേധാവിത്വം സ്വീകരിക്കേണ്ടി വന്ന മലങ്കര സഭ ആ മേധാവിത്വമെല്ലാം അവസാനിപ്പിച്ച് പരിപൂർണ സ്വതന്ത്രയായി തീർന്നത് 1912 കാതോലിക്കേറ്റ് പുനഃസ്ഥാപനത്തോടെയാണ്. ആയതിന്റെ ശതാബ്ദി മലങ്കര സഭ 2012 ആഘോഷിക്കുമ്പോൾ അതിന്റെ വിളംബര റാലിയായി പരിണമിക്കുകയാണ് വാകത്താനത്തെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ മനോഹരമായ ഈ ഘോഷയാത്ര. പരമ്പരാഗത വേഷങ്ങൾ ധരിച്ചും വിവിധ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുമൊക്കെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ ദേവാലയത്തിലേക്ക് റാലിയായി ഉടൻ തന്നെ പുറപ്പെടുന്നു. ഈ റാലി ദേവാലയാങ്കണത്തിൽ എത്തിച്ചേർന്നാൽ ഉടനെ പരിശുദ്ധ കാതോലിക്ക ബാവായിക്കും മെത്രാപ്പോലീത്ത തിരുമേനിമാർക്കും വരവേൽപ്പ് നൽകുന്നതും അതിനെ തുടർന്ന് ദേവാലയ കൂദാശയുടെ പ്രഥമഘട്ടം ആരംഭിക്കുന്നതുമാണ്. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ദേവാലയ കൂദാശയുടെ 1ാമത്തെ ഘട്ടം ഇവിടെ പൂർത്തിയാക്കും. അവശേഷിക്കുന്ന 2ാം ഘട്ടവും നാളെ പൂർത്തിയാക്കുന്നതാണ്. വിശുദ്ധ കുർബാനയുടെ അനുബന്ധമായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവ തിരുമേനിയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയും ഉൾപ്പെടെ സഭയിലെ പിതാക്കന്മാരൊക്കെ ഈ ചടങ്ങിനെ ധന്യമാക്കുവാൻ ഈ പരിശുദ്ധ ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട്. മറ്റന്നാൾ ഈ ദേവാലയത്തിന്റെ പെരുന്നാൾ ആഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേത്ത വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദേവാലയത്തിന്റെ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്നതാണ്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ഗീവർഗീസ് പ്രഥമൻ നഗറിൽ നിന്ന് ഉടൻ തന്നെ റാലി പുറപ്പെടുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. വർണ്ണശബളമായ മനോഹരമായ റാലി ഉടൻ തന്നെ പുറപ്പെടുന്നു. ഈ ഘോഷയാത്ര ഉടൻ തന്നെ പുറപ്പെടുവാൻ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഘോഷയാത്ര വാകത്താനം പള്ളിക്കടവിൽ എത്തിച്ചേർന്നാൽ ഉടൻ പരിശുദ്ധ പിതാക്കന്മാരെ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരവും ഇവിടെ പ്രഥമ ഭാഗവും ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. വളരെ ശ്രദ്ധേയമായ റാലിയാണ് ഉടൻ തന്നെ വാകത്താനം പള്ളിക്കടവിലേക്ക് പുറപ്പെടുന്നത്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പൽ അങ്കണത്തിൽ നിന്ന് ഉടൻ തന്നെ റാലി പുറപ്പെടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിവിധ കമാനങ്ങൾ. മലങ്കര സഭയെ നയിച്ച 7 പൗരസ്ത്യ കാതോലിക്കമാരുടെ നാമത്തിലുള്ള പിന്നിട്ട് ആ ചരിത്ര മുഹൂർത്തങ്ങളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് റാലി പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള വഴിയിലൂടെ ഇവിടെ എത്തിച്ചേരുന്നതാണ്.